അസ്സലാമു അലൈക്കും യാ അയ്യുഹത്തുല്ലാബീൻ. ഇന്ന് നമ്മൾ 5ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് അത്തർദു. അത്തർദു എന്ന് പറഞ്ഞാൽ എന്താണ്? പാഴ്സൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് നോക്കിക്കേ, എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം. വസലത്തി താഇറത്തുൻ മുസയ്യിറത്തുൻ ബിത്തൊർദി. വസലത്ത് എത്തിച്ചേർന്നു, താഇറത്തുൻ മുസയ്യിറത്തുൻ ഡ്രോണിൻ്റെ പിക്ചർ കണ്ടില്ലേ? ആ ഡ്രോൺ എത്തിച്ചേർന്നു. എവിടെ എത്തി? ബിത്തൊർദി. എന്തുമായിട്ടാണ് വന്നത്? വീട്ടിലേക്ക് പാഴ്സലുമായിട്ട് എത്തിച്ചേർന്നു. താഇറത്തുൻ മുസയ്യിറത്തുൻ ഡ്രോൺ. തഫല്ലൽ ഹാദാ തൊർദുൻ. അതാ നിങ്ങളുടെ പാഴ്സൽ. ഇതാ പാഴ്സൽ എന്ന് പറഞ്ഞ് ആരാ കൊണ്ടുവന്നേ? ഡ്രോൺ. അപ്പോൾ നമ്മുടെ ബോയും ഗേളും എന്താ പറഞ്ഞു? ശുക്രൻ, താങ്ക്സ് പറഞ്ഞു അല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പാഴ്സൽ കൊണ്ടുവരുന്ന ആരാ? ഡെലിവറി ബോയ് ആണല്ലേ. ഇനിയിപ്പോൾ ഭാവിയിലോട്ട് വരുന്ന കാലഘട്ടത്തിലൊക്കെ ഇത് മാറിയിട്ട് ഇനിയിപ്പോൾ ഡ്രോണൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് അല്ലേ? അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് ആരാണ് പാഴ്സൽ കൊണ്ടുവന്നത്? ഡ്രോണാണല്ലേ. തോഇറത്തുൻ മുസയ്യിറത്തുനാണ് തോർദ് കൊണ്ടുവന്നത്. ഓക്കെ, അടുത്തത്. അങ്ങനെ അത് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു പോയി കാണും? ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പോയി. ഇലല്ലിക്ക, സി യു, ഫി അമാനില്ല, ഗുഡ് ബൈ. ഗുഡ് ബൈ, സി യു ഒക്കെ പറഞ്ഞ് പോയി. ഫി അമാനില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് ബൈ. ഇലല്ലിക്ക, സി യു. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകാം. ഇനി നമുക്ക് പാഴ്സലിൽ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? അങ്ങനെ അവർ പാഴ്സൽ തുറന്നു. ഫതഹത്തിൽ ഉമ്മു ഉൽബത്ത. ഫതഹത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫതഹത്ത് തുറന്നു, ഉമ്മ തുറന്നു. ഉൽബത്തൽ ഫവാക്കിഹി വൽ ഹദറവാത്തി. ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഉൽബ ബോക്സ് തുറന്നപ്പോൾ അത് എന്തൊക്കെയുണ്ട് നോക്കാം. ഫറാവിലത്തുൻ സ്വഗീറത്തുൻ. സ്വഗീറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ. ചെറിയ എന്താണ്? സ്ട്രോബെറി. ഖർഉൻ തൊവീലുൻ. നീളമുള്ള ബോട്ടിൽ ഗോർഡ്. ജുവാഫത്തുൻ ലദീദത്തുൻ. ലദീദത്തുൻ മധുരമുള്ളത്, മധുരമുള്ള ജുവാഫത്ത് പേരയ്ക്ക. ബുർത്തുഖാലുൻ തോസജുൻ. തോസജ് എന്ന് പറഞ്ഞാൽ ഫ്രഷ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബുർത്തുഖാൽ ഓറഞ്ച്. ബുർത്തുഖാലുൻ തോസജുൻ. അപ്പം നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിലെ എക്സസൈസിലേക്ക് പോവാം. ഫസ്റ്റ് എക്സസൈസ് നഖ്റഉ, നമുക്ക് വായിക്കാം. ഇതിൽ റെഡ് കളറിൽ വന്നേക്കുന്നത് ഹായാണ്. അപ്പോൾ റെഡ് കളറ് തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ. തുടക്കത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഒരു വേർഡിൻ്റെ നടുക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്? അവസാനം എഴുതുമ്പോൾ എങ്ങനെയാണ്? ഒറ്റയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് റെഡ് കളറിൽ നോക്കിക്കേ. മനസ്സിലായില്ലേ? നമുക്ക് വായിച്ചാലോ. ഹിലാലുൻ, സഹ്മുൻ, വജ്ഹുൻ, മിയാഹുൻ. ഓക്കെ, അടുത്തത് നുലവിനു, കളർ കൊടുക്കാം. അപ്പോൾ പല വിധത്തിൽ എഴുതാം. രീതിയിലെല്ലാം നമുക്കെങ്ങനെ എഴുതി കൊടുക്കാം? കളർ വെച്ചിട്ട് ഹായുടെ മേളിൽ കൂടെ എഴുതി കൊടുക്കാം അല്ലേ? അടുത്ത എക്സസൈസ് നസ്ലുൽ ഹുറൂഫ്. ഹുറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹർഫുകൾ. അതായത് അക്ഷരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് എഴുതാം, അതായത് കൂട്ടക്ഷരത്തിൽ എഴുതാം. നമുക്ക് എഴുതി നോക്കിയാലോ. ഹാത്തിഫുൻ, ഹാത്തിഫുൻ. ഷഹറുൻ, ഫഖീഹുൻ, വുജൂഹുൻ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് എഴുതുമ്പോൾ ഉള്ള എല്ലാം നമ്മൾ ഇനി കൂട്ടക്ഷരത്തിൽ എഴുതാൻ പോണതല്ലേ?